ഓരോ സ്ത്രീകളും ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന 3 പ്രധാന കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ലക്ഷ്യത്തോടു കൂടെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നു. സോഷ്യൽ മീഡിയ, അനാവശ്യ ചിന്തകൾ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ എന്നിവ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുകയാണ്. ഫിലിപ്പിയർ 3:14 പറയുന്നു, ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു തയ്യൽക്കാരി വസ്ത്രം തയ്ക്കുമ്പോൾ ശ്രദ്ധ തെറ്റിയാൽ തുന്നൽ ശരിയാകില്ല. അതുപോലെ ജീവിതത്തിലും ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ നാം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ പ്രയാസപ്പെടും. ഇന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? പ്രശ്നങ്ങളിലാണോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്കാണോ? വിജയികളെയും പരാജിതരെയും വേർതിരിക്കുന്നത് പലപ്പോഴും കഴിവില്ലായ്മയല്ല, പകരം ആത്മനിയന്ത്രണത്തിലാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുവാൻ മനസ്സില്ലെങ്കിൽ എഴുന്നേൽക്കുക. പ്രാർത്ഥിക്കുവാൻ മടിയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ജോലി ചെയ്യുവാൻ തോന്നുന്നില്ലെങ്കിൽ ജോലി ചെയ്യുക. ഇതാണ് ആത്മനിയന്ത്രണം. നമ്മുടെ വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കണം. സ്ത്രീകളുടെ വിജയത്തിലേക്ക് നയിക്കുന്ന ആദ്യത്തെ 2 കാര്യങ്ങളായിരുന്നു ശ്രദ്ധയും രണ്ടാമത്തേത് ആത്മനിയന്ത്രണവും. മൂന്നാമത്തേത് പറയുന്നത് സ്ഥിരതയാണ്. ഒരിക്കൽ പ്രാർത്ഥിച്ചു നിർത്തുന്നതല്ല വിശ്വാസ ജീവിതം. ഒരു ദിവസം പരിശ്രമിച്ചാൽ വിജയിക്കാനാകില്ല. ചെറിയ കാര്യങ്ങളിൽ ദിവസവും വിശ്വസ്തരാകുമ്പോഴാണ് വലിയ അനുഗ്രഹങ്ങൾ വരുന്നത്. ഒരു തയ്യൽ ജോലി ചെയ്യുന്ന സ്ത്രീ ദിവസവും അല്പസമയം മുന്നോട്ട് പോകുമ്പോൾ ഒരു നാൾ വലിയ ബിസിനസ്സിന് ഉടമയാകാം. വിജയം ഒരു വലിയ ചാട്ടമല്ല, ദിവസേന ചെയ്യുന്ന ചെറിയ നല്ല തീരുമാനങ്ങളുടെ ഫലമാണ്. ദൈവം നമ്മുടെ വേഗത നോക്കുന്നില്ല, നാം നിർത്താതെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്നു മുതൽ 3 തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ഒന്നാമത്തേത്, എൻ്റെ ശ്രദ്ധ ലക്ഷ്യത്തിലായിരിക്കും. രണ്ടാമത്തേത്, ഞാൻ ആത്മനിയന്ത്രണം പരിപാലിക്കും. മൂന്നാമത്തേത്, ഞാൻ സ്ഥിരതയോടെ മുന്നോട്ട് പോകും. ഓർമ്മിച്ചോളൂ, ഫോക്കസ് നിങ്ങളെ ദിശ കാണിക്കും. സെൽഫ് കോൺഫിഡൻസ് നിങ്ങളെ ശക്തരാക്കും. കൺസിസ്റ്റൻസി നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. ദൈവത്തോടൊപ്പം നടക്കുന്ന ഓരോ സ്ത്രീയും ആരും തടയാനാകുകയില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.